ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മളെ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 2ലേക്ക് സ്വാഗതം. ഇപ്പം എപ്പിസോഡ് 1 കാണാത്ത ആൾക്കാരുണ്ട്, ഒന്ന് നമ്മളെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണാം. അപ്പോൾ അത് എപ്പിസോഡ് 2 ആണ്. ഇപ്പോൾ ചാനൽ ആദ്യമേ കാണുന്ന കൊണ്ടിട്ടാൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലേക്ക് അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം. അപ്പം അധികം പറയാനാകട്ടില്ല. മീ ഗെയിം യൂണിവേഴ്സൽ വെൽക്കം ബാക്ക്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തത് ഈ ഒരു നമ്മുടെ ബേസിൻ്റെ അടുത്ത് നിന്നിട്ടായിരുന്നു. കുറച്ച് മറ്റേ ക്രീച്ചേഴ്സിനൊക്കെ നമ്മൾ കൊന്ന്, അതായത് കുറച്ച് ആനിമൽസിനൊക്കെ നമ്മൾ കൊന്ന്. പക്ഷെ നമ്മൾ ചെസ്റ്റ് ബോക്സിൽ കണ്ട 41 വുഡ്, അതായത് നമുക്ക് ലോക്ക് കുറച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അവിടെ കണ്ടു, അവിടെയുള്ള കുറേ മരം നമ്മൾ കൊണ്ട് ഫുൾ വെട്ടി നശിപ്പിച്ച് നമ്മൾ. അങ്ങനെ കുറേ വുഡ് കിട്ടി നമുക്ക്. ഈ വുഡ് വെച്ചിട്ട് നമുക്ക് ഇന്ന് ചെറിയൊരു ബേസ് ഇവിടെ അല്ല, നമ്മൾ ഇവിടെ നിന്ന് മാറിയിട്ടാണ് അപ്പം ഇവിടെ ചെയ്യണമെന്നാകേണ്ട. കാരണം ഫസ്റ്റത്തെ പ്ലേസ് അല്ലേ, അപ്പം നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. എല്ലാം കൂടെ ഇവിടെ ആയിട്ട് ചെയ്യേഴ്സ്. ഇപ്പം നല്ലൊരു പ്ലേസ് കാണുന്നുണ്ട് നമുക്ക് ഇവിടെ ആയിട്ട്. സോ ഗൈസ്, അപ്പം നമ്മളിവിടുത്തെ ഫുള്ളും വെട്ടി നിരപ്പാക്കി. നമുക്ക് തോന്നുന്നു ഇവിടെ അടിക്കാമെന്ന്, നോർമലായിട്ട് അടിക്കാം. പിന്നെ അടിപൊളി. ഓക്കെ, അപ്പം ഇവിടെ കൂടെ ഒന്ന് വെക്കാം. ഒരു ഭംഗിക്ക് ചെറിയ രീതിക്കാണ് നമ്മൾ ഇതാക്കുന്നത്. എന്താ ഷീപ്പ് കൊല്ലണ്ടൈസ് ഇന്നലെ തന്നെ കുറേ കൊന്നപ്പോൾ അത്യാവശ്യം കുറച്ച് ഫുഡായിട്ടുണ്ട്. ചെറിയ രീതിക്കുള്ള വീഡിയോ ഉണ്ടാക്കാൻ ഇവിടെയൊക്കെ മതി. നമ്മൾ വീഡിയോ ഒന്നും ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ അതൊന്ന് ജസ്റ്റ് ടൈം ലാപ്സ് ആക്കുന്നുണ്ട്. രാവിലെ ആയിട്ടുണ്ട്. ഓ സുപ്രഭാതം. മഞ്ഞ നീളം മുഖത്തേക്ക് വീശിക്കൊല്ലാം പിന്നെ തന്നെ പച്ചക്ക് കാണാനില്ല, പക്ഷെ കിടക്കട്ടെ. ഇതല്ലല്ലോ, ഇവിടെ അല്ലേ. വെള്ളം ഫുള്ളാണ് മറ്റേ, അതിനുകൊണ്ടായിരിക്കും 20 ഗോളായി. നല്ലൊരു കാര്യമാണത്. നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ കത്തണം, അതിനെക്കാട്ടും കൂടുതൽ ആവശ്യം വരും. ഇവിടെ തന്നെ സെറ്റ് ചെയ്യട്ടോ, ഇവിടെ വീട് പോലത്തെ സെറ്റപ്പ്. നമുക്ക് ആദ്യം ഗൈസ് നമുക്ക് ഡോർ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. എന്തെങ്കിലും ചെറിയ 3 ഡോറ്. ഓക്കെ, 3 ഡോറ് കിട്ടി. പിന്നെ ഒരു ചെസ്റ്റ് ബോക്സ് അത്രത്തോളം മതി. നമ്മളെ വീടുള്ള പരിപാടി നോക്കാം. ഇവിടെ ഒന്ന് വെച്ച് ഒന്ന് അങ്ങനെ വെച്ച് അത്രത്തോളം മതി. ഇങ്ങോട്ടേക്ക് നമുക്ക് ഇവിടെ വെക്കാം. ഇങ്ങോട്ടേക്ക് ഇനി നോർമലായിട്ട് ഇങ്ങോട്ടേക്ക് വെക്കാം. ചെറിയൊരു കാട്ടിക്കൂട്ടി വരാൻ പറയാം. അപ്പോൾ പോട്ടെ. ഇവിടെ ഒന്ന് വെച്ച് ഓക്കെ. ഇടയിലടയി മാറിപ്പോയി. കേസ് നമ്മുടെ വീട്ടിലടെ അവിടെ ആക്കല്ലേ. ചെറിയ കഫ്കട്ടുണ്ട്, മഴ കൊണ്ടിട്ടാണ്. ഇവിടെ എല്ലാം സ്റ്റെപ്പ് ഉണ്ടാക്കട്ടെ.
വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഡോറ് ഇവിടെ വെച്ച് വൈസ് എന്തായാലും വൈസ് നല്ലൊരു ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയായിട്ട് നമ്മൾ ടൈം ലാപ്സ് ആക്കിയിട്ടായിരുന്നു വീടിൻ്റെ പണി വെച്ചതിൻ്റെ നമ്മൾ ഇങ്ങനെ ആക്കുന്നത്. പിന്നെ സൈഡിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വെക്കണം, ഒന്നായിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് സൈഡിൽ കുറച്ച് ബ്ലോക്കും കൂടി വെക്കാം. ഒരു 64 ഒരു സ്റ്റാക്ക് ഉണ്ട് നമ്മുടെ അടുത്ത്. ഒരു സ്റ്റാക്ക് കൊണ്ട് തീരാവുന്ന പണിയേ ഉള്ളൂ. ഓ ഇതാണ് ഗൈസ്, മൊബൈലിൽ കളിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ശരിയാക്കുന്നു കൂല. ഇവിടെ കൊടുത്ത് പിന്നെ ഇന്നലെ നമ്മുടെ ഗ്രാഫിക്സ് ചെറിയ രീതിയിൽ ആഡാക്കിയപ്പം എന്താ പറയുക, നമ്മൾ രാവിലെ ആയാലും രാത്രി ആയാലും ഒക്കെ ഒരുപോലെ തന്നെ, രാത്രി ആയാലല്ല സൂര്യാന്ത് അസ്തമിക്കാനായ പോലെ കിടക്കും. അപ്പോൾ ഞാൻ എന്താക്കി, അതങ്ങോട്ട് ഒഴിവാക്കി. സോളാറിൻ്റെ പക്ഷേ അത് സപ്പോർട്ടാവില്ല ഈ ഒരു വെർഷനിൽ. പാച്ചഡാണ് പക്ഷേ സപ്പോർട്ടാവില്ല, എന്താ അറിയില്ല. നമ്മൾക്ക് ഒരു എന്താ പറയുക, ഇത് മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിനുള്ളിൽ കയറാൻ കഴിയില്ല ഐറ്റിങ്ങൾക്ക്. ഇനി ഇപ്പം എന്താ ഇവിടെ മിസ്റ്റേക്ക്. ഓക്കെ, ഇതിവിടെ കൊടുത്തില്ല. ഓക്കെ, ഇപ്പം വൃത്തിയായി. ഒരു തറവാടിത്ത മഹിമയുള്ള വീട് പോലെ ചുമ്മാ നൈസ്. ഓക്കെ, നമുക്ക് ഇതവിടെ ഉള്ളി പൊട്ടിച്ചിട്ടെടുക്കാം. ഇവിടെ ഇത്ര ചിക്കനാലേ നമ്മളെടുത്ത്, ഇതൊക്കെ സ്പോയിലായി പോകുന്ന എൻ്റെ ഒരു പേടി. നമുക്ക് ഇതല്ലല്ലോ, ഇതാ വേണ്ടേ. ഇത് നമ്മൾ അടിപൊളിയാക്കി. നമുക്ക് ഈ ഡോറ് ഇവിടെ ആയിട്ട് വെക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് വെക്കാം. എന്താ ഒരു എഗ്ഗ് കിട്ടി. നമുക്ക് എഗ്ഗിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. ഇപ്പോൾ സോംബിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് സീനിലല്ല, നമ്മൾ പുരൻ്റെ ഉള്ളിലല്ലേ, ഇവിടേക്ക് വരുമോ അറിയില്ല. ഫസ്റ്റ് വെച്ച പ്ലേസ് തന്നെ വെച്ച്, അതായത് നോർമലായിട്ട് വെക്കുന്ന പോലെ. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും എന്തെങ്കിലും ഉള്ളിൽ കയറി ഈ സാധനം ചത്ത് തോന്നുന്നുണ്ട്. നമ്മൾ ഫേസ് പോ സെറ്റ് ചെയ്തില്ല. രാത്രിയാകുന്നതിന് മുമ്പ് കൂടെ ഉറങ്ങിയാൽ മതി. ചോറായില്ലേ. ഫേസ് പോ സെറ്റ് ചെയ്ത് ചത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്ത്, ഇതും പിന്നെ ഇതും കൂടെ മാറിപ്പോയി വെച്ച്. ക്രീപ്പർ ഉണ്ടോ അവിടെ? ക്രീപ്പർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയി? അതാ ഇവിടെ പോയിട്ട് തെറിപ്പിക്കുക. അല്ലെങ്കിൽ ലാഭയിൽ വീറ്റിട അത് നമ്മളെ ലാഭയിൽ വീറ്റിടാം. അതൊരു നല്ലൊരു ഇത്. എവിടെ നമ്മളൊക്കെ പോയി എന്നാ തോന്നുന്നത്. എടാ ഭാഗ്യം ചെറുതൊക്കെ കിട്ടി. ആള് വരുന്നതിന് പൊക്കെ എടുക്കട്ടെ. മൂട വേറെ ഇല്ല, വഴിയില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാം പോയിച്ച് എന്തൊരു കഷ്ടം. നോക്കിയ ഒരു ജാവ അടുത്ത് വന്ന്
ചത്തോ? ലാവേൽ നമ്മുടെ സാധനമൊക്കെ പോയി, സകല സാധനങ്ങളും പോയി കുറച്ച് മറ്റേ മൃഗങ്ങളെ കൊല്ലണം. അപ്പം ഗൈസ് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന വിചാരിക്കുന്നു. ഇതെന്താ ഈ ബഗ്ഗാണോ ക്ലിച്ചാണോ എന്താണെന്ന് അറിയില്ല ആരുടെയും. അപ്പോൾ ഗൈസ് ഈ വീഡിയോയുടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. കാരണം വീഡിയോ കുറച്ച് ലെങ്തായി ഉണ്ടാവും. നമ്മളെ ഫസ്റ്റ് ഇട്ടേഡ് 25 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു മിനിമം 15 മിനിറ്റിൽ ഒതുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നമുക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ ചിലപ്പോൾ മാക്സിമം ഇന്നലെ ഇടാൻ നോക്കാം. കാരണം ഇപ്പം ഞാൻ എന്തായാലും ഇടുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ നോക്കാം. വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കും ഞാൻ. അപ്പോൾ ഗൈസ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം. അപ്പം നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.